ഹലോ എവ്രിവൺ. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന സെൻറ്റൻസ് നിങ്ങൾക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് ആണ്, നീ ഇപ്പോഴും ഇന്നലത്തെ കാര്യത്തിൽ ദേഷ്യത്തിലാണോ? ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അതുപോലെ തന്നെ ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ, ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് എന്തെങ്കിലും കാരണത്താൽ പിണങ്ങിയിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നീ ഇന്നലത്തെ കാര്യത്തിൽ ഇപ്പോഴും ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? യു സ്റ്റിൽ മാഡ് അബൌട്ട് യെസ്റ്റർഡേ. യു സ്റ്റിൽ മാഡ് അബൌട്ട് യെസ്റ്റർഡേ. യു എന്ന് പറഞ്ഞാൽ നീ, സ്റ്റിൽ ഇപ്പോഴും, മാഡിനും പല അർത്ഥങ്ങളുണ്ട്, പക്ഷേ ഇവിടെ മാഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ എന്നാണ്. അബൌട്ട് യെസ്റ്റർഡേ, ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച്. സോ യു സ്റ്റിൽ മാഡ് അബൌട്ട് യെസ്റ്റർഡേ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഉറക്കെ പറയൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് പറയാണ്, ഞാൻ എന്തൊക്കെ അപ്പോഴേ വിട്ട് കളഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? No, I already let it go. No, I already let it go. No എന്ന് പറഞ്ഞാൽ ഇല്ല. I already let it go. ഞാനത് അപ്പോഴേ വിട്ട് കളഞ്ഞു. So, no, I already let it go. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഉറക്കെ പറയൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ, ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? Can I talk for a minute? Can I talk for a minute? Can I അതായത് ഒരു അനുവാദം ചോദിക്കുന്ന പോലെയാണ്. ടോക്ക് സംസാരിക്കുക, for a minute ഒരു മിനിറ്റിലേക്ക്. സോ can I talk for a minute? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഉറക്കെ പറയൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ എങ്ങനെ പറയും? തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്? ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഷുവർ, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. ഷുവർ, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. ഷുവർ, തീർച്ചയായും. വാട്ട്സ് ഓൺ യുവർ, എന്താണ് നിങ്ങളുടെ? മൈൻഡ്, മനസ്സിലുള്ളത്. സോ ഷുവർ, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഉറക്കെ പറയൂ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കിയാലോ. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് രാത്രി എങ്ങാനും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ റിപ്ലൈ നമ്മൾ കൊടുക്കൂലല്ലോ. അപ്പോൾ നമ്മളോട് പിറ്റേ ദിവസം അവർ ചോദിക്കില്ലേ, നിങ്ങൾ ഇന്നലെ രാത്രി മറുപടി അയച്ചില്ലല്ലോ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? You didn't reply last night. You didn't reply last night. You എന്ന് പറഞ്ഞാൽ നീ. Didn't എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ടിൻ്റെ ഷോർട്ടാക്കി പറയുന്നതാണ് didn't. റിപ്ലൈ, അതായത് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ അയക്കില്ലേ, അതാണ് റിപ്ലൈ. ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. സോ you didn't reply last night. ഒരുമിച്ച് പറയൂ, ഉറക്കെ പറയൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ പറയാണ്, നിനക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? I fell asleep texting you. I fell asleep texting you. I, ഞാൻ, fell asleep, ഉറങ്ങിപ്പോയി, texting you, നിങ്ങൾക്ക് ടെക്സ്റ്റ് അയച്ചുകൊണ്ടിരുന്നപ്പോൾ. സോ I fell asleep texting you. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഉറക്കെ പറയൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കിയാലോ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ടിനോട് ഒരു അഭിപ്രായം ചോദിക്കില്ലേ, ഈ പ്ലാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കില്ലേ?
അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? Are you okay with this plan? Are you okay with this plan? Are you okay? നിങ്ങൾക്ക് സമ്മതമാണോ with this plan? ഈ പ്ലാനിൽ. So, are you okay with this plan? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മറുപടി കൊടുക്കുകയാണ്. അത്രയ്ക്കില്ല എന്നാലും സാരമില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? Not really, but it's fine. Not really, but it's fine. Not really, അത്രയ്ക്കില്ല, but it's fine, എന്നാലും സാരമില്ല. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. ഇനി ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? Why didn't you call me? Why didn't you call me? Why എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. Didn't എന്ന് പറഞ്ഞാൽ did notന്റെ ഷോർട്ട് ഫോം ആണ് didn't. You എന്ന് പറഞ്ഞാൽ നീ. Call me, വിളിക്കാതിരുന്നത്, എന്നെ വിളിക്കാതിരുന്നത്. So, why didn't you call me? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയാണ്, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീർന്നിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? My phone battery was dead. My phone battery was dead. My എൻ്റെ ഫോൺ ബാറ്ററി was dead. Dead എന്ന് പറഞ്ഞാൽ മരിച്ചു പോയെന്നല്ല, തീർന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ്. So, my phone battery was dead. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. അതവൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, കാര്യമായി പറഞ്ഞതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള സെന്റൻസ് അല്ലേ? എന്നാലും നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയാലോ. You think he meant that joke seriously? You think he meant that joke seriously? You നിങ്ങൾക്ക് think തോന്നുന്നുണ്ടോ? He meant that joke, അവൻ ആ ജോക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന്. So, you think he meant that joke seriously? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. അപ്പോൾ ഇതിന് റിപ്ലൈ എന്തായിരിക്കും? ആയിരിക്കാം, പക്ഷെ അത് കാര്യമായിട്ടാണ് തോന്നിയത്. ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? Maybe, but it sounded serious. Maybe, but it sounded serious. Maybe ആയിരിക്കാം, but പക്ഷേ it sounded serious, അത് കാര്യമായിട്ടാണ് തോന്നിയത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. അപ്പൊ നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണെന്നാണല്ലോ ഞാൻ കരുതിയത്. ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? I thought you liked coffee. I thought you liked coffee. I ഞാൻ, thought വിചാരിച്ചു, you നീ, liked coffee കോഫി ഇഷ്ടമാണെന്ന്. So, I thought you liked coffee. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. അപ്പോൾ അവർ പറയാണ്, ഇപ്പോഴില്ല, അതെൻ്റെ വയറിന് പിടിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? Not anymore. It hurts my stomach.
Not anymore. It hurts my stomach. Not anymore. ഇപ്പോഴില്ല. It അത് hurts my stomach. എൻ്റെ വയറിന് പിടിക്കില്ല. So not anymore. It hurts my stomach. ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഉറക്കെ പറയൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. നിങ്ങൾ ഇപ്പോഴും അത്രയും വൈകി ജോലി ചെയ്യുന്നുണ്ടോ? ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? You still working that late? You still working that late? You നിങ്ങൾ still ഇപ്പോഴും working that late ജോലി ചെയ്യുന്നത് അത്രയും ലേറ്റ് ആയിട്ടാണോ? So you still working that late? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. അപ്പൊ നമ്മൾ അതിന് റിപ്ലൈ പറയല്ലോ. എന്തായിരിക്കും പറയാ? അതെ, ഡെഡ്ലൈനുകൾ എന്നെ കൊല്ലുകയാണ്. Yeah, deadlines are killing me. Yeah, deadlines are killing me. Yeah, yeah എന്ന് പറഞ്ഞാൽ അതെ, deadlines സമയപരിധികൾ are killing me. killing എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് ആ ജോലി ഭയങ്കരമായിട്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരികയാണ്. അതിനാണ് പറയുന്നത് are killing me. So, yeah, deadlines are killing me. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോയാലോ. അവൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? You remember what she said? You remember what she said? You എന്ന് പറഞ്ഞാൽ നീ. Remember ഓർക്കുന്നുണ്ടോ? What she said എന്താണ് അവൾ പറഞ്ഞതെന്ന്? So you remember what she said? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ആൻസർ പറയണ്ടേ? എന്തായിരിക്കും? ഓർക്കുന്നു, പക്ഷെ ഞാൻ അവളെ വിശ്വസിച്ചില്ല. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? Yeah, but I didn't believe her. Yeah, but I didn't believe her. Yeah, അതെ, but പക്ഷേ I didn't believe her. I എന്ന് പറഞ്ഞാൽ ഞാൻ, did എന്ന് പറഞ്ഞാൽ ഇല്ല, അതായത് did നോട്ടിൻ്റെ ഷോർട്ട് ഫോം didn't believe her. അവളെ വിശ്വസിച്ചില്ല. So yeah, but I didn't believe her. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. Yeah, but I didn't believe her. ഉറക്കെ പറയൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. നിങ്ങൾ അത് അവനോട് ഇപ്പോൾ പറയാൻ പോവുകയാണോ? ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? You going to tell him now? You going to tell him now? You എന്ന് പറഞ്ഞാൽ നീ. Going to tell പറയാൻ പോവുകയാണോ? Him now അവനോട് ഇപ്പോൾ. So you going to tell him now? നിങ്ങളൊന്നും പറഞ്ഞു നോക്കൂ. ഉറക്കെ പറയൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു ആൻസർ വേണ്ടേ? എന്തായിരിക്കും? ഇല്ല, ഞാൻ നാളെ വരെ കാത്തിരിക്കും. ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? No, I'll wait till tomorrow. No, I'll wait till tomorrow. No, ഇല്ല. I'll എന്ന് പറഞ്ഞാൽ I willന്റെ ഷോർട്ട് ഫോം ആണ് I'll. Wait till tomorrow നാളെ വരെ കാത്തിരിക്കും. So no, I'll wait till tomorrow. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ.
ഉറക്കെ പറയൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ 10ഓളം കോൺവെർസേഷൻ സെന്റൻസുകൾ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടുകാർ നന്നായി പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ആരും മറക്കരുതേ. എന്നാൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. So stay tuned for the next video. Bye bye.